നമ്മുടെ സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിൻ്റെ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒലീവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു മെയിൻ ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സത്യമുള്ള കാര്യം പറയാം. എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് സമ്മതിക്കുക. ചുമ്മാ വീണെടുത്ത് കിടന്ന് വീണ്ടും ഉരുളാണ്ട് അത് സമ്മതിച്ചിട്ട് അത് തിരുത്താൻ ശ്രമിക്കുക. ഇനി അത് ആവർത്തിക്കാതിരിക്കുക. ഒരു സ്ഥാപനങ്ങളും ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളത് സമ്മതിക്കുക. ഞങ്ങൾ ചെയ്തത് സ്റ്റാഫിനോട് ഇത്രയും കാലം നമ്മൾ ചെയ്തത് തെറ്റാണ്, നമുക്ക് പറ്റിപ്പോയി, നമ്മുടെ എന്തൊക്കെയോ നമുക്ക് അപ്പോൾ തോന്നിയ മെന്റാലിറ്റിയിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അത് സമ്മതിച്ചിട്ട് ഇനി അത് ആവർത്തിക്കാതെ മാന്യമായ രീതിയിൽ ഇനിയുള്ള സ്റ്റാഫുകളെടുത്തെങ്കിലും അത് പെരുമാറും എന്നുള്ള രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. അല്ലാണ്ട് ഈ ഇത്രയും ആൾക്കാർ വന്നും ഇത്രയും വോയിസ് റെക്കോർഡ് അടക്കം നിങ്ങളെ കുറിച്ച് വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് സംസാരിക്കുന്ന വോയിസുകൾ പലതും വന്നിട്ടും വീണ്ടും കിടന്ന് അതിനെ മെഴുകി ന്യായീകരിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്കെതിരെയുള്ള വീഡിയോകൾ നിൽക്കത്തില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിയിക്കുന്ന എവിഡൻസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് സംസാരിച്ച വോയിസ് റെക്കോർഡ് അടക്കമാണ് വരുന്നത്. വീണ്ടും അത് ഇട്ട് ന്യായീകരിച്ച് മെഴുകാണ്ട് അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് പറ്റിപ്പോയി, ഞാൻ അതെന്തോ ഒരു മെന്റാലിറ്റി ചെയ്ത് അതങ്ങ് പറഞ്ഞത് ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. നിങ്ങൾ വീണ്ടും ന്യായീകരിച്ച് മെഴുകുമ്പോഴാണ് ഇത് വീണ്ടും വഷളായി വരുന്നത്. എന്തായാലും ഞാൻ പുതിയൊരു വോയിസ് കൊടുക്കാടെ, ഞാൻ കൊടുക്കാം, സത്യം ഞാൻ കൊടുക്കാം, കേൾക്ക്. നമ്മുടെ സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിൻ്റെ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സിജി എൻ്റെ നേരെ മുഖം വീർത്തിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അത്രയും പേര് അവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ, കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട എന്ന് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി 18,000 രൂപയെന്നാണ് സാലറി പറഞ്ഞത്. അതായത് 24,000 രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ 18,000 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കാം, ഫുഡിൻ്റെതായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര. അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോൾ നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് 24,000 രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ അടുത്ത മാസം അതിന് മുകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും പേരിരിക്കും എനിക്ക് 18 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. നിങ്ങൾ 50,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം. നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് എത്ര തുക, അതായത് ഈ പറയുന്നത് പോലെ എത്ര തുകയാണ് നിങ്ങൾക്ക് വന്നത്? 50,000 രൂപയാണോ വന്നത് എങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചോളാം. പക്ഷെ അതിൽ നിന്ന് ഫൈനും ഫുഡും ബാക്കി എല്ലാം കൂടി വെട്ടിക്കുറച്ച് ഒരു 5,000 10,000 തരും, അതിൻ്റെ അകത്ത് തരും. ഇതാണ് സംഭവം, മനസ്സിലായി? നിങ്ങൾക്ക് എത്ര കിട്ടി? 50,000. അതിൽ നിന്ന് എത്ര ഫൈന് ബാക്കിയെല്ലാം കൂടി പോയിട്ട് 5,000 10,000 കിട്ടിയത്? അതല്ല, നിങ്ങൾക്ക് കിട്ടിയത് 50,000. അതാണ്. എന്തുവാ ചേച്ചി ഇത്? നിങ്ങൾക്ക് എത്ര കിട്ടി? 50,000. ബാക്കി ഈ ഫൈന്, എൻ്റെ പൊന്നളിയാ, ഞാൻ ഒരു കാര്യം പറയാം. ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ മാക്സിമം പോയ 100 രൂപയൊക്കെ ഫൈൻ അടിക്കും കേട്ടോ. ഇത് കുറഞ്ഞത് 5,000 നിന്നാണ് തുടങ്ങുന്നത്. 10,000-ലും 20,000-ലും കണക്കിലാണ് ഫൈൻ പോകുന്നത്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ വോയിസാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക ചേച്ചി. അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ്. ഇപ്പോൾ സിജി ഇവിടെ വന്നപ്പോൾ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകൾ ഏൽപ്പിച്ചു. അതിനുശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അവസാനം അതിൽ ഇതായി ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങളുടെ. അപ്പോൾ ഇന്ന് മീറ്റിംഗ് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മാനസികമായി ഇപ്പോൾ ഒരാളോട് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഏത് നിമിഷവും എൻ്റെ മൈൻഡ് മാറും. ഞാൻ വീഡിയോ ചെയ്യത്തില്ല എന്നൊരു വാക്ക് മാത്രം ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളൂ. അത് പല ഓപ്ഷനുകളും ഉണ്ട്. ഇന്ന് ടെക്നിക്കുകൾ പല രീതിയിലും വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു 1.5-2.5 ആഴ്ച കൊണ്ട് അഭയ് എന്ന് പറഞ്ഞ് എനിക്ക് വെബ്സൈറ്റ് ചെയ്ത് തരുന്നവൻ എൻ്റെ പുറകിൽ നടക്കാണ്. ചേച്ചി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, 10-12 സ്റ്റാഫുകൾ ചേച്ചിക്ക് മതി. അത് ലിങ്ക് ഉപയോഗിച്ച് ഓരോരുത്തരുടെയും വാട്സപ്പിലോട്ട് പോവുകയും പല രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ചേച്ചി. അതൊന്ന് ഒരു 5 മിനിറ്റ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സമയം താന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഇന്ന് ഞാൻ മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞു, പല തവണ ഞാൻ ഷീബയോട് പറഞ്ഞായിരുന്നു, ഷീബെ ഇനി നിനക്ക് ഒരിക്കലും നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല, നീ അത്രത്തോളം സന്തോഷവതിയായിട്ടായിരിക്കുന്ന നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പടി ഡൗൺ ആയി പോകും. എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും +2 കഴിഞ്ഞ് ഉടനെ നഴ്സിംഗ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും, കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ജോലി ആവുമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ മൊത്തം നഴ്സിംഗ് പഠിപ്പിച്ചു. അവസാനം എൻ്റെ ചേച്ചി കഴിഞ്ഞ് അടുത്ത ബാച്ചിലോട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, കുഞ്ഞെ തല്ലിക്കൊന്നാലും നീ അതിന് പോകരുത്, നിന്നെ ഞാൻ അതിന് വിടിപ്പിക്കത്തുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ചൊരു ജോലി പിന്നെ ഇതാണ്. ഇന്നും എൻ്റെ ചേച്ചി BSc കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടെ പോലും പെർമനന്റ് ആയിട്ടില്ല. 1 വർഷം ഇറങ്ങി നിൽക്കും, 1 വർഷം കയറും, 1 വർഷം ഇറങ്ങി നിൽക്കും, കയറും. അപ്പോൾ അന്ന് അവളത് പറഞ്ഞു തന്നു. കാരണം അവർക്ക് അതിലോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിൽ പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ നിന്നോണം, ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നഴ്സിംഗിന് വിടരുതെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ നഴ്സിംഗിനെയും നിങ്ങൾ അടിയമർത്തി. ഓക്കെ.
അപ്പോൾ ഷീബയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ഷീബ ഇങ്ങനെയാണ്. അവസാനം ഷീബ വിചാരിച്ച എന്താണ്, ഇവിടെ അവർക്ക് വേറെ സ്റ്റാഫിനെ കിട്ടത്തില്ല, ഞാൻ എന്തൊക്കെയോ വലിയ ആളാണ് അതുകൊണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങളോട് പറയുമ്പോൾ വെബ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ സാറ് ഒരിക്കലും വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ വെച്ചുള്ള വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് മാം ഇരിക്കുന്നത്, അപ്പോൾ ഇത് ഒരിക്കലും കയറത്തില്ലെന്ന്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഇന്നത്തെ വെബ്സൈറ്റ്. ഇന്ന് ടെക്നിക്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അവിടെ അത്രയും മൊബൈൽ ഇരിപ്പുണ്ട്. ആ മൊബൈലിൽ ഓട്ടോമാറ്റിക് കൂടെ പോലും ലിങ്ക് ഷെയർ ചെയ്ത് ഓർഡർ ചെയ്യാവുന്ന സിസ്റ്റത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇപ്പൊ ഇന്ന് ഇവിടെ ഇത്ര മൊബൈലുണ്ട്, ഇത്ര മൊബൈലിനകത്തോടെ നമ്മൾ ഓട്ടോമാറ്റിക് മെസ്സേജ് ചെയ്യുന്നത് പോലെ വാർഡ് കൊടുത്താൽ ആ ലിങ്ക് ഓട്ടോമാറ്റിക് പോവുകയും കസ്റ്റമേഴ്സിൽ അത് എത്തിപ്പെടുകയും അങ്ങനെ ഒരുപാട് ടെക്നിക്കുണ്ട്. ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ അതിലോട്ട് മൈൻഡ് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഷീബ പരിമല ഹോസ്പിറ്റലിൽ നേഴ്സായി പോയപ്പോൾ ഞാനത് കേട്ടോടെ ഷീബ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് വേറെ ആരും പറഞ്ഞില്ല, ഷീബ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഷീബയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊടുത്തു ദൈവം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടോട്ട് രാവിലെ വന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ പോലെ ഷീബ ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് വന്നൊരു കൊച്ചാണ്. കാരണം ഒരു കുഞ്ഞ് മരണപ്പെട്ട വേദനയും ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ആ വേദനയെ ഞങ്ങൾ മാറ്റി കൊടുത്ത് നല്ല രീതിയിലുള്ള ഇത് ഷീബയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷീബ ജോലി ചെയ്യും, അതൊരിക്കലും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇത്രയും സ്റ്റാഫുകളിൽ ഇന്നും ഒരു കസ്റ്റമർ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഷീബയാണ് എല്ലാവർക്കും അറിയാം. കാരണം ഷീബ അങ്ങോട്ട് കസ്റ്റമറിനെ കാല് പിടിച്ച് വിളിച്ചെടുപ്പിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു. വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഷീബ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഷീബ പോകാറായപ്പോൾ ഞാൻ പറഞ്ഞത്. ഷീബ വന്നു കഴിഞ്ഞാൽ ഈ ഫോണും വിളിച്ചും ചാറ്റ് ചെയ്തൊന്നും ഇരിക്കത്തില്ല, ബിസിനസ് ചെയ്തു. അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നു. ഇന്നിപ്പോ ശ്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം. ശ്രീ എന്റെ പുറകെ നടന്നപ്പോൾ ശ്രീയോട് ഞാൻ പറഞ്ഞു, ശ്രീക്ക് ഇതിവിടെ എന്താ ഓവറായിട്ടുള്ള, ഓരോരുത്തർ ഒരു രാത്രി ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുത്ത് രാവിലെ മീറ്റിംഗ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് ടെൻഷൻ അടിച്ച് രാവിലെ അവസാനം ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലീവിയ നൽകുന്നത്. സാലറി മാത്രമല്ല, ഫ്രീഡം, സന്തോഷം, നിങ്ങളുടെ രൂപം, ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കയ്യും കഴുകി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി. ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാഹചര്യവും ഞങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ നിങ്ങളെ ഇവിടോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി. അപ്പോഴും ഞാൻ ജിഷയോടും ശ്രീജയോടും എല്ലാം പറഞ്ഞു, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ രാജകീയ സുഖമാണ്, അത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതിനെ ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഒരു കുട്ടി പോയാൽ ഇവിടെ എന്താ കുഴപ്പം, ആ കുട്ടിയുടെ വാട്സപ്പ് അടുത്ത ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ഇവിടെ ആരും ഇവിടുന്ന് പിരിക്കുന്ന ഇത്രയും പിള്ളേരുടെ വാട്സപ്പ് ഇപ്പോൾ നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പല ടെക്നോളജികളും ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ സാധനം നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇവിടെ നിന്ന് ഒരാളുടെ ഇത് പോയി കഴിഞ്ഞാൽ, ഒരാൾ ഫോണും വാട്സപ്പൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ സാധനം അടുത്തൊരാൾ അറ്റൻഡ് ചെയ്യത്തില്ലെന്നാണ് ഈ പറയുന്ന സ്ഥാപനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഞാൻ കറക്റ്റ് കേൾപ്പിച്ചു തരാം. അൽത്താഫ് അവിടെ ഒരു ഇന്റർവ്യൂവിൽ പോയപ്പം അവിടുത്തെ സ്റ്റാഫുകൾ ഒന്നടങ്കം പറഞ്ഞൊരു സാധനമാണ്, മനസ്സിലായി? നിങ്ങൾ കേട്ടു നോക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടുന്ന് പോയ ആരുടെയെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ ആ പേരോ വെച്ചിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഇല്ലേര്, അതായത് അവരെ വാട്സപ്പ് വേറെ ആരും യൂസ് ചെയ്യുന്നില്ലെന്നാണ് അവിടെ ഉള്ള സ്റ്റാഫുകൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. ഒന്നടങ്കം ഒറ്റയടിക്ക് ഇല്ല എന്നൊരു സ്പോട്ടിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. കേൾക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഒരു കുട്ടി പോയാൽ ഇവിടെ എന്താ കുഴപ്പം, ആ കുട്ടിയുടെ വാട്സപ്പ് അടുത്ത ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ഇവിടെ ആരും ഇവിടുന്ന് പിരിക്കുന്ന ഇത്രയും പിള്ളേരുടെ വാട്സപ്പ് ഇപ്പോൾ നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേട്ടല്ല, ഇതാണ് സംഭവം. ബാക്കി മറ്റത് കേൾക്കാം. കേട്ടല്ല, അതായത് ശരി കഴിഞ്ഞാൽ ഇവിടെ അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ കുഴി തോണ്ടിയിട്ടു. ഇനിയും ഒരുപാട് പേരുണ്ട്. അത് ഓരോ ദിവസങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ നല്ല രീതിയിൽ പോയി ആ സ്ഥാപനത്തിനെ നോക്കി, ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻ വരുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമേ ഫൈൻ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ദേവിക എന്ന് പറഞ്ഞ കുട്ടി പോയി, എനിക്കറിയത്തില്ല ആ കുട്ടി ജോലി നിർത്തി പോയതാണ്. എനിക്കറിയാം ആ കുട്ടി ഫസ്റ്റിൽ വന്നപ്പോൾ ആ കുട്ടി ഇതിനകത്ത് ഗ്രൂപ്പിൽ കാണും, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. വന്നപ്പോൾ തൊട്ട് എനിക്കറിയാം ജീവിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ കാര്യങ്ങളല്ല അതിൽ. അത് വരും 5 ദിവസം ലീവ് എടുക്കും, അത് വരും. കാരണം അതിന് പക്വതയില്ല, അതിന് ജീവിതം എന്തോന്ന് അറിയത്തില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൊച്ചിന് തന്നെ മനസ്സിലാവും എന്താ കാര്യം, നന്നേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞു, വേറെ പണിയില്ലേ മോട്ടിവേഷൻ കൊടുക്കാനെന്ന്. സാർ ഒരു മോട്ടിവേഷന്റെ വീഡിയോ എടുത്ത് ഇടുമ്പോൾ ആ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരുടെ അടുത്ത് മോട്ടിവേഷൻ കൊടുക്കാവും. അല്ലാതെ വെറുതെ എൻ്റെ പൊന്നു ചേച്ചി, സാറിൻ്റെ മോട്ടിവേഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര മോട്ടിവേഷനുണ്ട്. സാറിൻ്റെ മോട്ടിവേഷൻ വല്ല കൊടുക്കണോ? ഇനി വേണ്ടല്ലേ? അങ്ങനെ മോട്ടിവേഷൻ കേട്ടിട്ട് ഞാൻ ഒരു വഴിക്കായി. വെറുതെ വന്ന് കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കത് കേൾക്കണം. ഓരോരുത്തർ കാശ് മുടക്കി പോയിരുന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നത്. കാരണം അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ജീവിക്കണമെന്ന്. അല്ലാത്തവരുടെ മുന്നിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇന്ന് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയാലും കഴിഞ്ഞ ദിവസം എൻ്റെ കിളിക്ക് വിവരമില്ലെങ്കിൽ, കാരണം കിളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇതില്ലെങ്കിൽ കിളി പറഞ്ഞു, ഓരോരുത്തർ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ശരിയല്ലേ? അമ്മയില്ലാതെ അപ്പനില്ലാതെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില അറിയാതെ പിന്നെ ജീവിതം എന്തെന്നറിയാതെ വരുന്നവരോട് ഇനി ഉപദേശിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ അത് ചിലപ്പോൾ ഒരാൾ നന്നായേക്കാം, അവരിലും ഇത് തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രവണത. കാരണം ഇപ്പോൾ വന്ന ജൂനിയേഴ്സിനെല്ലാം തന്നെ ദിവസേന 40-50 ഓർഡർ ഉണ്ട്. അവർക്കും ഈ മാസം 30,000 മുകളിൽ സാലറി കിട്ടും. അപ്പോഴത്തേക്ക് അവരുടെയും രൂപവും ഭാവവും മാറും. അവരും വീണ്ടും ഫൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും തഴയപ്പെടുകയും ചെയ്യും. ഇത് വരും. ഇവിടെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഈ 30,000-40,000 സാലറി കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, കിട്ടും. അതായത് 30,000-40,000 എന്ന് പറഞ്ഞും കൊണ്ട് ഫുള്ളങ്ങ് കയറാം. പക്ഷെ ഇതിൽ നിന്ന് തിരിഞ്ഞേനും നിന്നേനും നൂന്നേനും ഫൈൻ അങ്ങ് നേരെ കട്ട് ചെയ്യും. മനസ്സിലായ? അതാണ് സംഭവിക്കുന്നത്. ഈ ഫൈനും ഫുഡും എല്ലാം കൂടി കട്ട് ചെയ്ത് അവസാനം ഒന്നുമില്ലാതെ. ഇതാണ് അവസ്ഥ.
അല്ലാതെ ഈ പറയുന്നല്ലോ 30,000 40,000 ഒക്കെ അടിച്ചങ്ങ് കയറ്റി വയ്ക്കും. അതിലൊന്നും ഒരു കുറവുമില്ല. അതാണ് സംഭവിക്കുന്നത്. എന്നെ വിളിച്ച പിള്ളേരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. 30,000 40,000 എന്നൊക്കെ പറയും. അവസാനം ഫൈനും അതും ഇതുമൊക്കെ കൂട്ടിക്കഴിച്ച് ഇതുപോലെ ചെക്കിൽ വല്ലതും കുറച്ച് നക്കാപ്പിച്ച് കിട്ടി വരുമ്പോഴേ അവർക്കൊരു അവസരം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ കൊടുത്തു. ഒരു തലയ്ക്കകത്തൊരു മൂളയുള്ളവർക്ക് ചിന്തിച്ചൂടെ? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് 10 വീഡിയോ ഇട്ട് തന്നാലും 8 വീഡിയോ ഇട്ട് തന്നാലും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. യൂട്യൂബ് കംപ്ലീറ്റ് എല്ലാവരുടെ ഇൻകവും വെട്ടി കുറച്ചു. ഫേസ്ബുക്ക് എന്റെ മോണിറ്റൈസേഷൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞു. ആലോചിച്ചോണം, ഒരു മോണിറ്റൈസേഷനായ എന്റെ ചാനൽ. കാരണം എന്താ, ദിവസവും വീഡിയോ വരും, അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടണം. അതിനെ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ റീഅപ്ലൈ ചെയ്യണം. എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങൾ 50,000 മേടിക്കുന്ന എന്റെ മുമ്പിൽ ഇരുന്ന്? ഞാനും പരസ്പരം നമുക്ക് ഒരു സെക്കൻഡ് അല്ല, ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ട് ചെയ്ത് കളയോ? അത് പുതിയ അറിവാണല്ലോ. അതേ അറിവാണ്. ഞാൻ ഡെയിലി ഇടുമല്ലോ ഇതിൽ രണ്ടിലും. ഈ അറിവ് ഞാൻ അറിഞ്ഞില്ല. ഇത് ചേച്ചി ഇപ്പൊ ഇത് ഏത് വഴിക്കാണ് ഈ ഒരു അറിവ് ഇപ്പൊ അറിയിച്ചു കൊടുത്തത്? യൂട്യൂബിൽ എത്ര 10-70 വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാലും ഒരു വിഷയമില്ല. 10-70 ആകാത്ത വീഡിയോ എന്താ കഴിയുമ്പോൾ പിന്നെ തമ്മിൽ ഇടാൻ പറ്റത്തില്ല. ഫേസ്ബുക്കിൽ 20 മിനിറ്റിന്റെ ഗ്യാപ്പിൽ എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതും കുഴപ്പമില്ല. അത് പഠിപ്പിക്കാൻ നിൽക്കില്ലേ, ക്രൈറ്റീരിയ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. അപ്പൊ ചേച്ചി ആ പറയുന്ന ഫേക്ക് അല്ലേ? അതൊന്നുകൂടി കേൾക്കാം കേട്ടോ, എനിക്കത് ക്ലിയർ ആയില്ല. നോക്കട്ടെ. രൂപവും ഭാവവും മാറും. അവരും വീണ്ടും ഫൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും തഴയപ്പെടുകയും ചെയ്യും. ഇത് വരുമ്പോഴേ അവർക്കൊരു അവസരം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ കൊടുത്തു. ഒരു തലയ്ക്കകത്തൊരു മൂളയുള്ളവർക്ക് ചിന്തിച്ചൂടെ? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് 10 വീഡിയോ ഇട്ട് തന്നാലും 8 വീഡിയോ ഇട്ട് തന്നാലും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. യൂട്യൂബ് കംപ്ലീറ്റ് എല്ലാവരുടെ ഇൻകവും വെട്ടി കുറച്ചു. ഫേസ്ബുക്ക് എന്റെ മോണിറ്റൈസേഷൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞു. ആലോചിച്ചോണം, ഒരു മോണിറ്റൈസേഷനായ എൻ്റെ ചാനൽ. കാരണം എന്താ, ദിവസവും വീഡിയോ വരും, അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടണം. അതിനവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ റീഅപ്ലൈ ചെയ്യണം. എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങൾ 50,000 മേടിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരുന്ന്? ഞാനും പരസ്പരം നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുണ്ട്. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻജോയ് ചെയ്ത് എൻ്റെ മുഖത്ത് നോക്കാം. നില്ല ഈ യൂട്യൂബിന്റെ ക്രൈറ്റീരിയയുടെ കേസ് എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെപ്പോഴാണ് യൂട്യൂബ് ഈ ഫേസ്ബുക്കിൽ ഈ പറയുന്ന പോലെ വീഡിയോ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരാൻ മടിച്ച് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കട്ട് ചെയ്തല്ലേ? കൊള്ളാം, സൂപ്പർ, പുതിയ അറിവാണ് എനിക്ക്. ആ മെയിലൊന്നും എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ, ഈ പറഞ്ഞ ക്രൈറ്റീരിയയുടെ മെയിൽ. ചുമ്മാ പിള്ളേരെ പറഞ്ഞങ്ങ് പറ്റിക്കുകയാണല്ലേ. പിള്ളേർക്ക് യൂട്യൂബിന്റെയും ഈ ഫേസ്ബുക്കിന്റെയും ക്രൈറ്റീരിയ മോണിറ്റൈസേഷനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചുമ്മാ അങ്ങ് പറഞ്ഞ് പറ്റിക്കുകയാണ് പിള്ളേരെ. അടിപൊളി. നോക്കാതെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ 50,000 മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ഞാൻ ചോദിച്ചത്, ഇപ്പൊ പ്രിയങ്കയുടെ ഈ സ്ഥാപനമെങ്കിൽ പ്രിയങ്ക എങ്ങനെയാ നിൽക്കുന്നത്? ഷീബയുടെ സ്ഥാപനത്തിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാ നിൽക്കുന്നത്? അപ്പൊ ഞാൻ അതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മളോട് മുഖം വീർത്ത് കെട്ടിയിരുന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? അവരെ പിണക്കി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടവും? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഇവിടെ ചിലർക്കൊന്നും ഇനി ജീവിതകാലത്ത് വാട്സപ്പ് കിട്ടത്തില്ല. അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അവരവരുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിൽ വന്നാൽ നമ്മളെ ചീത്ത പറയുന്നില്ല, നമ്മളോട് ചൂടാവുന്നില്ല, നമ്മളെ ഒന്നും പറയുന്നില്ല. അവരിഷ്ടം പോലെ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാണോ ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടുമെന്ന്? കാരണം നിങ്ങൾക്ക് ആരുടെ ഇടിയും അടിയും തൊഴിയും കൊള്ളാതെ ഇങ്ങനെ എടുക്കാം. ഇത് നേരത്തെയും പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? ആള് കൂടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെ പറഞ്ഞു. ഇടിയും തൊഴിയല്ലേ? 3 മാസം മുമ്പ് ഒരു അടിക്കാസ്, പിന്നെ 3 വർഷം മുമ്പ് 5 മാസം മുമ്പ് ഒരു അടിക്കാസ്, പിന്നെ 3 വർഷം മുമ്പ് ഒരു അടിക്കാസ്. കൊള്ളാം, ഇടിയും തൊഴിയെന്ന് ആർക്കുമില്ല. പറഞ്ഞു. ഷീബ എത്ര പേരെ ചാടിച്ചിട്ടുണ്ട് എനിക്കറിയാലോ. ഷീബ അന്നത്തെ സീനിയർ ഗ്യാങ് എല്ലാം കൂടെ ചേർന്ന് പദ്ധതിയിട്ട് ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത് എത്ര പേരെ ഗ്ലാഡിസിനെ ഓടിക്കാൻ അവർ ശ്രമിച്ചല്ലോ, സജിനിയെ ഓടിക്കാൻ അവർ ശ്രമിച്ചല്ലോ. അന്നത്തെ ജൂനിയേഴ്സ് ആയിരുന്നല്ലോ അവരൊക്കെ. എത്രയോ പേര് ഗ്ലാഡിസിനെ ഒന്ന് പൊക്കി അന്നത്തെ കാലത്ത്. ഇപ്പോഴല്ലേ ഗ്ലാഡിസിന്റെ കൂടെ ഇരിക്കുന്നത്. അന്ന് ഗ്ലാഡിസ് ചെയ്യുന്ന നല്ലത് കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്നത്തെ അവരുടെ ഗൂഢാലോചന ഗ്ലാഡിസിനെ എങ്ങനെ ചാടിക്കണം എന്നായിരുന്നു, സജിനിയെ എങ്ങനെ ചാടിക്കണം എന്നായിരുന്നു. എത്ര പേരെ അവർ ചാടിച്ചു കളഞ്ഞു. അതിന്റെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിക്കത്തില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആരും കേട്ടിട്ടില്ല. സ്ത്രീക്ക് ഉപദേശം കൊടുത്തു, ശ്രീജിക്ക് ഉപദേശം കൊടുത്തു, ജിഷയ്ക്ക് ഉപദേശം കൊടുത്തു, വന്ന ഓരോ വ്യക്തികൾക്ക് ഉപദേശം കൊടുത്തു. എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഇവിടെ സാർ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, 50 പേരുണ്ടെങ്കിൽ 50 പേരെ ഒരുപോലെ കാണുന്നത്. അതെങ്ങനെയാണ് 50 പേരെ ഒരുപോലെ കാണുന്നത്? 50 പേരുണ്ടെങ്കിൽ 25 പേരെ നമ്മളോട് മിണ്ടത്തുള്ളൂ, 25 പേര് നമ്മളോട് എത്രയൊക്കെയാലും അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അവരുടെ മടിയിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? എനിക്കൊരു നാണോ മാനോ ഇല്ലേ? അത് നമുക്ക് ശരിയല്ല. ഞാൻ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എന്നോട് തിരിച്ച് ചിരിക്കാത്ത ഒരാളോട് എനിക്ക് ചിരിക്കാൻ പറ്റുമോ? ഞാൻ വന്നൊരു സങ്കടം ഒരു തമാശ പറയുമ്പോൾ ആ തമാശ ഉൾക്കൊള്ളാത്ത ഒരാളോട് തമാശ പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളും കൂടെ അത് ചിന്തിക്കണം. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വന്നു, ആ സ്ഥാപനത്തിന്റെ ഓണർ ഇത്രയും നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് വരുമാനം കിട്ടും, ഞാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇപ്പൊ ഇന്ന് പറഞ്ഞത് ആ ശ്രീലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവരെ എന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അവൾ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്.
അപ്പൊ അവർ പറഞ്ഞു കോടതിയിലേക്ക് പോയിരിക്കുകയാണ്, ഇവിടെ ഇനി ഒന്നും ചെയ്യില്ല, അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്. അല്ല, അവിടെ അവരെ പൈസ കൊടുത്തത് കണ്ടപ്പോൾ അവരത് ക്ലിയർ ആയി, അവൾ എത്രയൊക്കെ ചാടിയാലും ഇനി ഒന്നും നടക്കില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നു, ചാടേണ്ടി വന്നു, ഓടേണ്ടി വന്നു, ഒളിച്ചിരിക്കേണ്ടി വന്നു, ഒന്നും വന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അതിനപ്പുറം ബന്ധങ്ങൾ കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് നാളെ 5000 രൂപ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചു കൊടുക്കുക, നിങ്ങൾ എല്ലാവരും 1000 രൂപ വീതം സ്ത്രീക്ക് കൊടുത്ത് ആ ഫൈൻ അടപ്പിക്കുക, നിങ്ങളുടെ ആ ആത്മബന്ധം കാണട്ടെ. നാളെ ഓരോ തെറ്റുകൾ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൂട്ടുകൂടെ, എന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ മറ്റൊരു, എനിക്ക് വേറൊന്നും അല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത് തന്നാൽ മതി. അപ്പൊ ഇനിയായാലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിൽ എപ്പോൾ അഹങ്കാരം വരുന്നു അപ്പോൾ നിങ്ങളുടെ സ്ഥാനം താഴെ പോകും. അത് എന്നെയോ സാറിനെയോ വേറൊരാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ സ്നേഹിച്ച്, ആ ബിസിനസിനെ സ്നേഹിച്ച്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങൾക്ക് 50,000 അല്ല 1,00,000 രൂപ വരെ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കും. അത് കൂടുതൽ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അടിമയായിട്ട് അവിടെ കിടക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞ് ചേച്ചി പറഞ്ഞു വന്നത്. ഓക്കെ, വാട്ട് എവർ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, അൽത്താഫിൻ്റെ ഒക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞ് ഫൈനൊന്നും ഇല്ലായിരുന്നു, പിന്നെ അൽത്താഫ് കിണ്ടി ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ സിബി അണ്ണൻ്റെ വോയിസ് ഫുള്ള് ഞാൻ കേട്ടതാണല്ലോ, ഫൈനോട് ഫൈൻ. ഇങ്ങനെ എന്ത് ഇത്രയും ഫൈനിൽ ഇത്രയും ക്രേസ് എന്താ? പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ശമ്പളം 10, 40, 50 ഒക്കെ പറയുന്നുണ്ട്. അവസാനം ഈ ഫൈനും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് കൂട്ടിക്കഴിച്ച് ഈ പറയുന്ന പോലെ തുച്ഛമായ എമൗണ്ട്. പിന്നെ ചിലവർക്ക് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവർക്ക്, നിങ്ങളുടെ എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കുന്നവർക്കും ഈ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം സാലറി കൊടുക്കുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായ. പിന്നെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായെന്ന് പറഞ്ഞ് പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്നത് അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മോശം ഒരു ഇതായിട്ടാണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കട്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായെങ്കിൽ ആ മെയിൽ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിയാത്ത പുതിയൊരു ക്രൈറ്റീരിയ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ കാരണം യൂട്യൂബും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ യൂട്യൂബിൽ 70 വീഡിയോ വരെ ഒരു ദിവസത്തെ ഇടാം. അതിൽ 70 വീഡിയോ എങ്ങാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തംബ്നെയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫേസ്ബുക്കിൽ ആണെങ്കിൽ 20 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വീഡിയോസ് വിടാം. അതിൻ്റെ പേരിൽ ഒരു മോണിറ്റൈസേഷൻ കട്ടാവാൻ പോകുന്നില്ല, മനസ്സിലായോ? കട്ടാവുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ്, ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ തുണിയുടെ കേസ് ഇടുമ്പോൾ ഒരിക്കലും ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള വീഡിയോസ് വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് കട്ടാവുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം നമുക്കും നോക്കാമല്ലോ അതുപോലത്തെ ഏത് ക്രൈറ്റീരിയ ആണ് ഈ ക്രൈറ്റീരിയ, ചേച്ചിക്ക് മാത്രം സ്പെഷ്യലായിട്ട് യൂട്യൂബും ഫേസ്ബുക്കും തന്ന ക്രൈറ്റീരിയ ഏതാണെന്ന് എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിള്ളേരെ പറഞ്ഞ് പറ്റിക്കില്ല. അവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഒരു മോണിറ്റൈസേഷൻ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അവരെ പറഞ്ഞ് പറ്റിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്ത്, മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചി ആ മെയിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യുക, ഏതെങ്കിലും നിങ്ങളുടെ സ്റ്റാഫ് വഴി എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്യുക, കാരണം എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അങ്ങനെ മോണിറ്റൈസേഷൻ കട്ടായ മെയിൽ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യും. ഇതിപ്പോൾ ചുരുക്കി പറയാമല്ലോടേ, ചുമ്മാ ഇവിടെ എന്തോന്ന് പറയാം, ഞാൻ ഒന്നും പറയണില്ല, നിങ്ങൾ തന്നെ വോയിസൊക്കെ കേൾക്കും. ഇനി ഒരുപാട് വോയിസുകളൊക്കെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ആവശ്യം അനുസരണം ഓരോന്ന് എനിക്ക് ഇവർ പറയുമ്പോൾ അതിന് കൗണ്ടർ അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. പിള്ളേർ, പാവം പിള്ളേർ, ഒരുപാട് പിള്ളേരവിടെ പെട്ടുപോയതാണ്. ഈ ഫോണിൻ്റെ കേസ് തന്നെ പറയുന്നുണ്ടല്ലേ, ഈ പറഞ്ഞ പോലെ മറ്റുള്ള അടുത്ത് വരുന്നവർ ഉപയോഗിക്കത്തില്ല ഇല്ല എന്നെല്ലാവരും കൂടി ഒരുമിച്ചാണ് അൽത്താഫിൻ്റെ വീഡിയോയിൽ വിളിച്ചു പറയുന്നത്. തൊട്ടപ്പുറത്തേന് അവരുടെ വോയിസ് തന്നെ കൊടുത്ത് കേട്ടില്ല നിങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ, ഇതിലൊന്നും ഇല്ല, മനസ്സിലായ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.